ഇപ്പോഴും അപ്ലൈ ചെയ്യാൻ ഡൗട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ അതിനായിട്ട് ആദ്യം employment.kerala.government.in എന്ന വെബ്സൈറ്റ് എടുക്കുക. ഫസ്റ്റ് കാണുന്ന employment@kerala അതിൻ്റെ ഹോം പേജാണ് ഇത്. ഇവിടെ അപ്ലൈ നൗ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഏജ് എന്ന് പറയുന്നത് 18-നും 30-നും വയസ്സിനിടയിലായിരിക്കണം. പിന്നെ ആനുവൽ ഇൻകം 1 ലാഖിൽ കൂടാൻ പാടില്ല, 1 ലാഖിൽ കുറവായിരിക്കണം. പിന്നെ എലിജിബിൾ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആ കാൻഡിഡേറ്റ് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സിന് പഠിക്കുമായിരിക്കണം, അല്ലെങ്കിൽ കോമ്പറ്റിറ്റീവ് എക്സാംസ് ആയ UPSC, PSC, SSC, ഡിഫൻസ്, ബാങ്കിങ്, റെയിൽവേ അങ്ങനത്തെ കോമ്പറ്റിറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുമായിരിക്കണം. ഈ കോമ്പറ്റിറ്റീവ് എക്സാം സെൽഫ് പ്രിപ്പറേഷൻ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ്, ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. എല്ലാ ഡോക്യുമെൻറ്റ്സും PDF ഫോർമാറ്റിലായിരിക്കണം, എക്സെപ്റ്റ് ഫോട്ടോ, സിഗ്നേച്ചർ. ഫോട്ടോയും സിഗ്നേച്ചറും PDF വേണ്ട, ബാക്കി എല്ലാ ഡോക്യുമെൻറ്റ്സും PDF അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 100 KB കുറവായിരിക്കണം. ആദ്യം വേണ്ടത് അഡ്രസ് പ്രൂഫ്. അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട് എലക്ടേഴ്സ് ഫോട്ടോ ഐഡന്റിറ്റി കാർഡോ, സ്കൂൾ സർട്ടിഫിക്കറ്റോ, പാസ്പോർട്ടോ, ആധാറോ, ഡ്രൈവിംഗ് ലൈസൻസോ യൂസ് ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടിയിട്ട് നമ്മുടെ SSLC ബുക്കിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, 1 ലാഖിൽ ഇൻകം കുറവായിരിക്കണം. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, ഇത് നമ്മുടെ ഏറ്റവും ഹയർ എലിജിബിലിറ്റി ഏതാണോ അത്. ഇപ്പോൾ PG കഴിഞ്ഞവർക്കാണെങ്കിൽ PG, ഡിഗ്രി ഉള്ളൂങ്കിൽ ഡിഗ്രി അത്. പിന്നെ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സ്ലിപ്പ്. ഇത് കോമ്പറ്റിറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണ് ഈ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സ്ലിപ്പ് വേണ്ടത്. പിന്നെ സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ്, ഇത് ഫോം കൊടുത്തിട്ടുണ്ട്, ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഒതൻറ്റിക്കേഷൻ ലെറ്റർ, ഇത് ആർക്കാ വേണ്ടതെന്ന് വെച്ചാൽ ഈ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് പഠിക്കുന്നവർക്ക് അവരുടെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കിട്ടുന്ന സർട്ടിഫിക്കറ്റാണ് ഒതൻറ്റിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇത് കോമ്പറ്റിറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ട. പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ്, അതായത് ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫസ്റ്റ് പേജ്, പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചറും, ഇതാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇത് കൺഫേം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോയിലേക്ക് വരും. ഇവിടെ നമ്മൾ പ്രൊസീഡ് ആസ് എ ന്യൂ ആപ്ലിക്കൻറ്റ്. ഇവിടെ നമ്മുടെ പേര്, ഗാർഡിയൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മെയിൽ ID, മൊബൈൽ നമ്പർ, പിന്നെ ആനുവൽ ഇൻകം എത്രയാണോ അത് ഫില്ല് ചെയ്യുക. ക്വാളിഫിക്കേഷൻസ്, പിന്നെ ഏത് സ്കോളർഷിപ്പിനാണോ അപ്ലൈ ചെയ്യുന്നത്, എന്തിനാ, കോമ്പറ്റിറ്റീവ് എക്സാംസിനുള്ളവർക്ക് അത്, സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് പഠിക്കുന്നവർക്കാണെങ്കിൽ അത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അഡ്രസ്സ് കൊടുക്കുക. പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ്, അക്കൗണ്ട് നമ്പറൊക്കെ തെറ്റാതെ തന്നെ ഇവിടെ അടിച്ചു കൊടുക്കണം. IFSC കോഡ്, ബ്രാഞ്ച് നെയിം എല്ലാം അടിച്ചു കൊടുക്കണം. സാധാരണ അക്കൗണ്ട് നമ്പർ കൊടുക്കുമ്പോൾ ഇതൊക്കെ വരേണ്ടതാണ്, പക്ഷേ ഇതിൽ അങ്ങനെ വരില്ല. എല്ലാം നമ്മൾ മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ആധാർ നമ്പർ. അത് കഴിഞ്ഞ് പ്രൊസീഡ് കൊടുക്കുമ്പം നെക്സ്റ്റ് വിൻഡോയിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള വിൻഡോ ആയിരിക്കും. ഈ രണ്ട് വിൻഡോസേ ഇതിലുള്ളൂ. അത് കൺഫേം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അത്രയും ഡോക്യുമെൻറ്റ്സ്, അത് സിഗ്നേച്ചറും ഫോട്ടോയും JPG അല്ലെങ്കിൽ JPG ഫോർമാറ്റ് ആയിരിക്കണം. ബാക്കിയെല്ലാം PDF ഫോർമാറ്റിലായിരിക്കണം. 100 MB കൂടാൻ പാടില്ല, മാക്സിമം 100 KB കൂടാൻ പാടില്ല, മാക്സിമം 100 KB ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി ഓൾറെഡി അപ്ലോഡ് ചെയ്തവരാന്ന് വിചാരിക്കുക, അവർക്ക് എഡിറ്റ് ചെയ്യുകയാണ് ഇനി ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ചീഫ് മിനിസ്റ്റേഴ്സ് കണക്ട് ടു വർക്ക് സ്കീം അവിടെ വരുമ്പം നോ യുവർ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പറോ കൊടുത്താൽ നമ്മുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്താണെങ്കിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ബയോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ആണോ ഇൻകംപ്ലീറ്റ് ആണോ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വിൻഡോ ഹെൽപ്പ് ചെയ്യും.